Welcome to Ashbicreations. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്തത് എൻ്റെ മോനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഏതാണെന്ന് നോക്കാം. ഇത് റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ്. റോ കോട്ടൻ്റെ 2.5 മീറ്റർ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുർത്തിയായിട്ടും അതുപോലെ സൽവാർ സെറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇവിടെ സിൽക്കി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഗ്രേ കളറിൽ സിൽക്കി ത്രെഡ്, ബ്ലാക്ക്, അതുപോലെ റെഡ് കളറ്. ഈ 3 കളറ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. സാധാരണ നമ്മൾ 1 സൈഡ് ഷോൾഡറിലാണ് ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് 2 സൈഡിലെ ഷോൾഡറിലും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പിക്ചർ വന്നിട്ട്. ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് 2 സൈഡ് ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത്. സ്റ്റെമ്മും അതുപോലെ ഫ്രഞ്ച് നോട്ടുമാണ് വരുന്നത്. ഇത് നമുക്ക് സൽവാർ സെറ്റായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ കുർത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മെറ്റീരിയൽ വന്നിട്ട് നിങ്ങൾക്ക് ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുക്കാം, സ്ലബ് സിൽക്ക് എടുക്കാം, റോ കോട്ടൻ്റെ യൂസ് ചെയ്യാം. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചർ നമുക്ക് ട്രേസ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഗ്രേ കളറിൽ ത്രെഡ് എടുത്തിരിക്കുന്നത് ഒരു 8 സ്ട്രാൻഡ്സിലാണ്. അത് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇതുപോലെ ത്രെഡും നീഡിലും കൂടെ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് നീഡിലെടുക്കുക. കണ്ടോ, ഇതുപോലെ സെൻറ്ററിലായിട്ട് നീഡിലെടുത്തതിന് ശേഷം അടുത്ത സ്റ്റെമ്മും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് പോകാം. ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. ഇതായിരിക്കും എളുപ്പം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേ കളറിൽ എടുത്തിരിക്കണം. നിങ്ങൾക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കളർ ചേഞ്ച് മാറ്റി അതുപോലെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് അതിനുള്ള കോമ്പിനേഷൻ കളേഴ്സായിട്ട് നമുക്ക് മറ്റെന്ത് ത്രെഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ് ഇത്. സ്റ്റെം സ്റ്റിച്ചിന് പകരം നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഡിസൈൻ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റെം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതുപോലെ ആദ്യം റെഡ് കളറിലെ ത്രെഡ് ഞാനൊരു 6 സ്ട്രാൻഡ്സിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുക. കണ്ടോ, 2 3 പ്രാവശ്യം നിങ്ങൾക്ക് ചുറ്റിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഫ്രഞ്ച് നോട്ടാണ് വേണ്ടെങ്കിൽ ത്രെഡിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഫ്രഞ്ച് നോട്ട് ചെയ്യണതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ, അതായത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ട്യൂട്ടോറിയൽ പോയി കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ഒരു റെഡ് കളറിലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. അത് നമ്മൾ ബ്ലാക്ക് കളറിലെ ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഗ്യാപ്പ് കൊടുത്തു പോകുന്നത്.
കണ്ടോ? ഇപ്പം നമ്മൾ ത്രെഡ് വെച്ചിട്ട് റെഡ് കളറിലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്തെടുക്കാം. ബ്ലാക്ക് കളറിലെ ത്രെഡും ഞാൻ ഒരു 6 strands തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത റെഡിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ബ്ലാക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ പോകണം. പിന്നെ കുറച്ച് ഭാഗം ഞാൻ ഗ്യാപ്പിട്ടൊക്കെ ഉണ്ടോ, അങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ? ഇപ്പം നമ്മളുടെ ഫ്രഞ്ച് നോട്ടൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റെമ്മിൻ്റെ ഭാഗത്തായിട്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെ രണ്ട് ഷോൾഡറിൻ്റെയും ഭാഗത്ത് നിന്ന് താഴേക്ക്, അതായത് യോക്കിൻ്റെ മുമ്പായിട്ട് വന്ന് നമുക്ക് നിൽക്കും. അതേപോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വൺ സൈഡ് മതിയെങ്കിൽ വൺ സൈഡ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഹായ് ഡിയേഴ്സ്, എല്ലാവരും എൻ്റെ അമ്മയുടെ ചാനൽ കാണേ.